കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. DCC ഓഫീസിൽ കൂട്ടയടി നടന്നിരിക്കുന്നു. നടക്കാവ് വാർഡിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചയിലാണ് അടിയുണ്ടായത്. അവിടെ നടക്കാവ് വാർഡിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ചില നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവർ തമ്മിലാണ് അടിയുണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. കുട്ടൻ, ഈ കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എല്ലായിടങ്ങളിലും വലിയ പ്രതിഷേധവും വലിയ തമ്മിലടിയും ഒക്കെയാണ് നടക്കുന്നത്. അതിപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ കയ്യാങ്കളിയിലേക്ക് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് എന്താണ് സംഭവിച്ചത്? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും നടക്കുന്നതെന്നൊക്കെയായിരുന്നു DCC പ്രസിഡന്റ് ഒക്കെ നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികളും ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കാനുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് DCC ഓഫീസിനകത്ത് വലിയ രീതിയിലുള്ള കയ്യാങ്കളി നടന്നിരിക്കുന്നത്. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിലെ നടക്കാവ് വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നത്. സ്ഥാനാർത്ഥി നിർണയ യോഗമായിരുന്നു നടന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഹരിദാസനായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ DCCയുടെ നിർദ്ദേശപ്രകാരമുള്ള യോഗത്തിലെ നിരീക്ഷകൻ. ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച 4 നേതാക്കൾ. അവർ 2 പേർ മുൻ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരാണ്. വിൽഫ്രഡ്, സുകുമാരൻ, ധനേഷ്, റഫീഖ് എന്നിവർ തമ്മിലാണ് തർക്കം ഉടലെടുത്തത്. തങ്ങൾക്ക് 4 പേർക്കും മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവരെ പിന്തുണക്കാനെത്തിയ പ്രവർത്തകരും ഈ നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ DCC ഓഫീസിലെ ഉമ്മൻചാണ്ടി ഹാളിലാണ് ഈ യോഗം നടന്നത്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് തർക്കം രൂക്ഷമാവുകയും യോഗത്തിൽ വന്നവർ പരസ്പരം കയ്യാങ്കളി നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ 4 സ്ഥാനാർത്ഥി മോഹികളും നിരാശരാകേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അത് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഈ നടക്കാവ് വാർഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു ചില വാർഡുകളിലും രൂക്ഷമായ തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പരസ്പരം പോർവിളികളും ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു ആരോപണം കൂടി കോഴിക്കോട്ടെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ഈ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ പുതുപ്പാടി ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നും കോൺഗ്രസ് സജീവമല്ലാത്തൊരു ഗൾഫ് വ്യവസായിക്ക് വേണ്ടി വലിയ രീതിയിൽ പണം വാങ്ങിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ സീറ്റ് അയാൾക്ക് വിറ്റിരിക്കുകയാണ് തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ചില കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറായേക്കും. മനു, കുട്ടൻ, പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണമാണോ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്? കാശ് വാങ്ങി സീറ്റ് കൊടുത്തു എന്നതാണോ? അതാണ് മനു. കാശ് വാങ്ങി സീറ്റ് കൊടുത്ത നിരവധി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉള്ള ഘട്ടത്തിൽ അവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനകത്തേക്ക് അവിടെ ഒരു പ്രവാസിയായ ഒരു വ്യവസായിയെ, ഒരു യുവ വ്യവസായിയെ ഈ സീറ്റിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നേതാക്കളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി ജില്ലാ കോൺഗ്രസിലെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെയും ചില നേതാക്കൾ പണം വാങ്ങിക്കൊണ്ട് ഇയാളിൽ നിന്നും പണവും മറ്റു ചില ആനുകൂല്യങ്ങളും കൂടി പറ്റിക്കൊണ്ട് ഈ സീറ്റ് വിൽക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി പാർട്ടിയിൽ സജീവമല്ലാത്ത ഗൾഫിലെ പുതു സംരംഭകന് സീറ്റ് നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണവുമായി കോൺഗ്രസിന്റെ തന്നെ നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഇന്നലെ കോഴിക്കോട് DCCയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം, പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിനകത്ത് MK രാഘവൻ MPയും DCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുത്ത യോഗമായിരുന്നു. ആ യോഗത്തിനകത്ത് ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നു വന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ചില നേതാക്കളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിന് തയ്യാറാവും. അങ്ങനെ തയ്യാറായാൽ കോഴിക്കോട്ടെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു. PV കുട്ടനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും കൂട്ടയടിയാണ് DCC ഓഫീസിൽ നടന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഓരോ ദിവസം ചെല്ലുന്തോറും വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് വിചാരിച്ചത് അതൊരു നേരത്തെ കളത്തിലിറങ്ങി പ്രചരണമൊക്കെ നടത്തി ലീഡ് പിടിക്കാമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം നേരത്തെയായപ്പോൾ അടിയും നേരത്തെ തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വന്നടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.